തൃശൂർ ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതിയെ പിടികൂടാനാകാത്ത പോലീസ് ഏതാണ്ട് 36 മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ കൊള്ള നടന്നിട്ട്. പക്ഷേ അതിവിദഗ്ധമായി ഈ മോഷ്ടാവ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എറണാകുളം ജില്ല വിട്ടുപോയിട്ടുണ്ടാവില്ല ഇയാൾ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരികൾ ആജ്ഞ പോലീസിനെ ആകെ കുഴപ്പിച്ച ഒരു മോഷണമാണ്. കാരണം കൺമുന്നിൽ പട്ടാപ്പകൽ മോഷണം നടത്തുന്നു, ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കത്തിയോ കാട്ടി അതിനുശേഷം ലക്ഷങ്ങളുമായി കടക്കുന്നു. ഇത്രയും ദിവസമായിട്ടും ഇത്രയും സമയമായിട്ടും പോലീസിന് യാതൊരു വിവരവുമില്ല. ഏത് തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രത്യേക സംഘമൊക്കെ രൂപീകരിച്ചിരുന്നല്ലോ. രഞ്ജിത്ത്, 25 അംഗ അന്വേഷണ സംഘമാണ് ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി രൂപീകരിച്ചിരിക്കുന്നത്. ചാല പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പ്രതി കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് വന്നു എന്നായിരുന്നു മധ്യമേഖല DGP ഹരിശങ്കർ അങ്ങനെയായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയായിരുന്നു. അതേസമയം ഇവിടെ നിന്നും, അതായത് ഡയറക്ഷൻ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഈ മോഷ്ടാവ് അങ്ങനെ ചെയ്തത് എന്നാണ് DGP കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത്. അങ്ങനെയാണ്. അതിനുശേഷം ഇവിടെ നിന്നും അയാൾ പാലക്കാടേക്കും മലപ്പുറത്തേക്കുമുള്ള വടക്കൻ ജില്ലകളിലേക്ക് പോയി എന്നും പോലീസ് കരുതുന്നുണ്ട്. അതേസമയം അതിർത്തി ജില്ലകളിൽ എത്തിയ ശേഷം അത് അന്യ സംസ്ഥാനത്തേക്ക് കടന്നു എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണത്. എറണാകുളം ജില്ലയിൽ മാത്രമല്ല, മറ്റു ജില്ലകളിൽ കൂടിയും സംസ്ഥാനത്ത് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മിനിയാന്ന് ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് ഈ മോഷണം നടക്കുന്നത്. അത് 2.5-3 മിനിറ്റിനുള്ളിൽ മോഷണം നടത്തി പ്രതി പുറത്തേക്ക് എത്തി എന്നുള്ള കാര്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. കാരണം 47 ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും 5 ലക്ഷത്തിന്റെ 3 കെട്ടുകൾ മാത്രമാണ് അക്രമി എടുത്തത്. ജാക്കറ്റും അതുപോലെ ഗ്ലൗസും ഹെൽമറ്റും ഒക്കെ ധരിച്ച് അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത തരത്തിലുള്ള രൂപത്തിലായിരുന്നു അവിടെ എത്തിയിരുന്നത്. ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പതിയരുത് എന്നുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് തന്നെയാണ് അക്രമി മോഷ്ടാവ് ഈ ബാങ്കിലെത്തിയത്. ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്ന ഒരു സാഹചര്യവും സമയമൊക്കെ കണക്ക് കൂട്ടി തന്നെയായിരുന്നു അവിടെ എത്തിയിരുന്നത്. ജീവനക്കാർ മാത്രമായിരുന്നു ആ സമയത്ത് ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു കൃത്യസമയത്ത് അവിടെ എത്തുമ്പോൾ ഈ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒറ്റപ്പെട്ട ഒരു ഇടമല്ല. അതിന് തൊട്ടടുത്തു കൂടി തന്നെ നാഷണൽ ഹൈവേ പോകുന്നുണ്ട്. അതിനോട് ചേർന്നുള്ള റോഡ് തന്നെയാണ്. എപ്പോഴും അവിടെ സഞ്ചാരം ഉള്ള, അല്ലെങ്കിൽ വാഹനങ്ങൾ എപ്പോഴും പോകുന്ന, ആളുകൾ എപ്പോഴും പോകുന്ന തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ്. ആ റോഡിൽ ഉള്ള ഒരു ബിൽഡിങ്ങിൽ ഇത്തരത്തിലുള്ളൊരു മോഷണ അരങ്ങേറാനുള്ള സാഹചര്യം എത്തരത്തിലുണ്ടായി എന്ന് തന്നെയാണ് പോലീസ് നിരീക്ഷിച്ചത്. ജീവനക്കാരുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ജീവനക്കാരുടെ ആരുടെയെങ്കിലും സഹായം ബാങ്കിൽ നിന്നും അക്രമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് പോലീസ്. എങ്കിലും ഈ ഒറ്റയ്ക്കാണ് ഇയാൾ മോഷണം നടത്തിയത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. പക്ഷേ നേരത്തെ ആജ്ഞ പറഞ്ഞ സംശയമാണ് പ്രധാനം. ഈ ബാങ്കിന്റെ ആ സമയത്ത് 2-2:30 ഇടയ്ക്കുള്ള സമയത്ത് ജീവനക്കാർ അധികം ഉണ്ടാവില്ല. അവർക്ക് ആഹാരം കഴിക്കാൻ പോകുന്ന സമയമാണ്. ഈ കത്തി ചൂണ്ടി മാത്രം ആക്രമണം നടത്തുന്നു. ഇന്ന് 48 ലക്ഷം രൂപയിൽ 15 ലക്ഷം രൂപ മാത്രം മോഷ്ടിക്കുന്നു. അപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നടത്തി സ്ഥലം വിടുന്നു. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ആളാണ്, ബാങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ആളാകാം ഒരു പക്ഷേ. അങ്ങനെ ഒരുപാട് സാധ്യതകൾ പോലീസിന് മുന്നിലുണ്ട്. അപ്പോഴും എന്താണ് പ്രതിസന്ധി എന്നുള്ളതാണ്. ഹിന്ദി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. മലയാളിയാണോ അന്യ നാട്ടുകാരനാണോ എന്ന കാര്യം അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഹിന്ദി സംസാരിച്ചിരുന്നു എന്നത് കൊണ്ട് തന്നെ അയാൾ അന്യസംസ്ഥാന തൊഴിലാളി ആകണമെന്നില്ല എന്നുള്ള നിരീക്ഷണത്തിൽ കൂടിയാണ് പോലീസ്. കാരണം അത് അന്വേഷണത്തിന്റെ ഡയറക്ഷൻ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ മോഷ്ടാവ് എടുത്ത ഒരു അത്തരത്തിൽ എടുത്ത ഒരു സൂചന മാത്രമാണ്. അതായത് പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രമിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സമീപനം മാത്രമായിട്ടാണ് അതിനെ പോലീസ് കണക്കാക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പൂർണ്ണമായും തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ മറ്റുള്ള, അതായത് മലയാളികളായ സംശയം തോന്നിയ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. അത് മാത്രമല്ല, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരുടെ ആരുടെയും സഹായം ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ബാങ്കിൽ നേരത്തെ
നേരത്തെ വന്നു പോയിരുന്ന ആളാണ് എന്നുള്ള കാര്യം കൃത്യമാണ് പോലീസിന്. കാരണം നേരെ ഇദ്ദേഹം എത്തുന്നു, കസേര എടുത്ത് കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുന്നു, കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഈ പറഞ്ഞതുപോലെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന 15 ലക്ഷം രൂപ 3 കെട്ട് 5 ലക്ഷത്തിന്റെ 3 കെട്ട് നോട്ട് എടുത്തിട്ട് സ്ഥലം വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഈ വേണ്ടി വന്ന് 2:30 മുതൽ 3 മിനിറ്റ് വരെയുള്ള സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ നടക്കില്ല എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ആക്രമി ബാങ്കിൽ എത്തിയിട്ടുള്ളത്, മോഷണം നടന്നിട്ടുള്ളതും. അതിനാരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, ഇയാൾ തനിച്ചാണോ, ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ജീവനക്കാരുടെ ഫോണുകളെല്ലാം, അതായത് ആ സമയത്ത് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഫോണുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിന്റെ പരിശോധനയിലാണ് പോലീസ് ഉള്ളത്. അത് മാത്രമല്ല, CCTV ദൃശ്യങ്ങളിൽ ഈ അക്രമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് മാത്രമായിരുന്നോ, അയാളെ സഹായിക്കാൻ പുറത്ത് ആളുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ അകത്തൊന്നും അന്നും അയാൾക്ക് സഹായം ലഭിച്ചിരുന്നു? ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. എന്തായാലും 25 അംഗ അന്വേഷണ സംഘമാണ് ചാലക്കുടി പോട്ട വെള്ള ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഈ അന്വേഷണ സംഘത്തിന്റെ അതായത് അന്വേഷണം കൂടുതലും ഇവിടേക്ക് വ്യാപിപ്പിക്കുക, സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കം അതാണ് സാഹചര്യം. ഏതായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ്.